പ്രിയമുള്ളവരെ, ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തക ചർച്ചയിൽ ഞാനിന്ന് അവതരിപ്പിക്കുന്നത് നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയം എന്ന പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകമാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം ലോകത്താകെ അറിയപ്പെടുന്ന ഒരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കാലഘട്ടത്തിൻ്റെ പുനർവായന ആണ് ഈ പുസ്തകത്തിലൂടെ പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ നടത്തുന്നത്. പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണനെ എല്ലാവർക്കും അറിയുന്നതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ടി.പി.ക്ക് പേരാമ്പ്ര CKG സ്മാരക ഗവൺമെന്റ് കോളേജിൽ ധനതത്വ ശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനായാണ് വിരമിച്ചത്. അധികാരം ജനങ്ങൾക്ക്, ഘാട്ട് ഉടമ്പടിയും പുതുലോകക്രമവും, ആഗോളവൽക്കരണവും ഇന്ത്യയും, വിശപ്പ്, ദാരിദ്ര്യം, റേഷനരി, ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ആസിയാൻ കരാറും സ്വതന്ത്ര വ്യാപാരവും, വേണം മറ്റൊരു കേരളം, പണം കഥ പറയുമ്പോൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ കർത്താവാണ് ടി.പി.ക്ക്. കേരളത്തിലാകെ നിരവധി പ്രഭാഷണങ്ങൾ നടത്തുന്നത് വഴി സാമൂഹ്യ, രാഷ്ട്രീയ, പാരിസ്ഥിതിക രംഗങ്ങളിലെല്ലാം തന്നെ അറിയപ്പെടുന്ന ആളുമാണ് എൻ്റെ സുഹൃത്തു കൂടിയായ പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിന് ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഈ ചർച്ചയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നെഹ്റു ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലമാണ് ഇത് എന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തെ നമ്മുടെ പുസ്തക വായനയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുസ്തകത്തിന് ഒരു പ്രൗഢ ഗംഭീരമായ ഒരു അവതാരിക എഴുതിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖനായ രാഷ്ട്രീയ നേതാവുമായ KP ഉണ്ണികൃഷ്ണനാണ്. ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വളരെ സമഗ്രമായി തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ പ്രവേശം, അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രധാനമന്ത്രി എന്ന നിലയിലും കോൺഗ്രസിൻ്റെ നേതാവ് എന്ന രീതിയിലും നടത്തിയ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കാൻ ഈ അവതാരികക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു എന്നും, പിന്നീട് ഭരണാധികാരി എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിൽ ചെയ്ത കാര്യങ്ങൾ എന്ത് എന്നും ഒന്നും വിശദീകരിക്കാൻ ഈ അവതാരികയിൽ ശ്രമിക്കുന്നുണ്ട്. ജനാധിപത്യം, മതേതരത്വം, ശാസ്ത്രബോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന് മാത്രമേ മാനവരാശിയുടെ ഭാവിയെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്നാണ് ഇന്നത്തെ ലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ത്യയും കേരളവും ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് സഹായകമായ ചർച്ചകളും നിലപാടുകളും ജനങ്ങളിൽ ഉണ്ടായി വരണം. അത്തരം ചർച്ചകൾക്ക് ഈ ഗ്രന്ഥം സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ ഈ അവതാരിക സമാപിക്കുന്നത്. ഈ പുസ്തകം ഒന്നാമത്തെ അധ്യായം നെഹ്റുവിയൻ ഇന്ത്യ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ നെഹ്റുവിയൻ ഇന്ത്യ എന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് ടി.പി.ക്ക് ആദ്യത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നെഹ്റുവിയൻ ഇന്ത്യയെ പുനർവായിക്കുക എന്ന അഭ്യർത്ഥനയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഇതാകട്ടെ നെഹ്റുവിൻ്റെ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള അഭ്യർത്ഥനയല്ല, അവിടെ നിന്ന് പലതും വായിച്ചെടുക്കാനും വർത്തമാനകാല ആവശ്യങ്ങൾക്കനുസൃതമായി പുനരാവിഷ്കരിക്കാനുള്ള അഭ്യർത്ഥനയാണ്. കാലിക പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അഭ്യർത്ഥന എന്ന് ടി.പി.ക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ, ഈ പുസ്തകം ഒന്നും തന്നെ വ്യക്തിപരമായ പ്രതിപാദനങ്ങളല്ല. ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തെ,
അത് സ്വാതന്ത്ര്യ ജവഹർലാൽ നെഹ്റു ജനിച്ച ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ നവോത്ഥാന പ്രസ്ഥാനങ്ങളടക്കം ഉയർന്നു വരുന്ന കാലമാണ്. അക്കാലത്തെ വ്യത്യസ്തങ്ങളായ സംഭാവനകളെ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രക്രിയകളെ ഓർമ്മപ്പെടുത്താനും ഒരു സ്വതന്ത്ര ഇന്ത്യയിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഓടിച്ചു പോകാനും അതുവഴി ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ പുസ്തകത്തിൽ TPK നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം ജവഹർലാലിൽ നിന്ന് നെഹ്റുവിലേക്ക് എന്നുള്ളതാണ്. കാശ്മീരിൽ കുടുംബപേരുള്ള മോത്തിലാൽ നെഹ്റു സ്വരൂപ റാണി ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തയാളായി 1889 നവംബർ 14 ജനിച്ച ജവഹർലാലിന്റെ കുട്ടിക്കാലം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആദ്യം വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീട് 15 വയസ്സ് കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ശാസ്ത്രം പഠിക്കുകയും പിന്നീട് തുടർന്ന് നിയമം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും അക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വാർത്തകൾ കേൾക്കുകയും അതിൽ ആകർഷനാവുകയും ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് നെഹ്റു. അദ്ദേഹത്തിന്റെ പിതാവാകട്ടെ അറിയപ്പെടുന്ന ഒരു വക്കീലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പ്രദേശത്തെ പ്രമുഖനായ നേതാവുമാണ്. എന്നാൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് മോത്തിലാൽ നെഹ്റു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി വിയോജിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ചുകൂടി ശക്തമായി ഇടപെടണമെന്ന വാദക്കാരനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇതിനിടയിൽ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കമല നെഹ്റുവിനെ വിവാഹം ചെയ്യുന്നു. പിന്നീട് അവർക്ക് ഒരു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മകൾ പിറക്കുന്നു. ഈ കാര്യങ്ങളും ഇതിനിടയിൽ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുമായി കണ്ടുമുട്ടുന്നതും അവരുടെ സുഹൃത്ത് ബന്ധവും ഒക്കെ ഈ ഭാഗത്ത് ചിത്രീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു യുക്തിവാദിയായ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു ജവഹർലാൽ നെഹ്റു എന്ന യുവാവ് പിന്നീട് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ആകെ നേതാവായി മാറിയത് എന്നുള്ളതും സൂചനകൾ ഈ പുസ്തകത്തിലുണ്ട്. ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ സാമൂഹിക ബന്ധങ്ങളെയും മാർക്സിയൻ നിലപാടിൽ നിർവചിക്കാനും പ്രക്ഷോഭങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഉള്ളടക്കം നൽകാനും ശ്രമിക്കുന്നതോടൊപ്പം ആത്യന്തികമായുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു ഗാന്ധിസത്തെ അവലംബിക്കുകയായിരുന്നു എന്ന് കരുതാം എന്ന് ഈ പുസ്തകത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തോടൊപ്പം ശാസ്ത്രത്തെയും ആസൂത്രണത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങളും സാധ്യതകളും നെഹ്റു പരമാവധി പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക രാഷ്ട്രീയം നെഹ്റുവോട് കൂടി തന്നെ അവസാനിക്കുന്നതും കാണാം. ഈ കമ്മ്യൂണിസത്തിൽ നിന്ന് ഗാന്ധിസത്തിലേക്കുള്ള മാറ്റം സംഘർഷത്തിൽ നിന്ന് അഹിംസയിലേക്കുള്ള മാറ്റമായാണ് നെഹ്റു കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കാണിക്കുന്നുണ്ട്. ഭരിക്കുന്നവർ സ്വമനസ അധികാരം വിട്ടൊഴിയുകയില്ലെന്നും അവരെ വിവിധ സമ്മർദ്ദങ്ങൾ വഴി പുറത്താക്കേണ്ടി വരുമെന്നായിരുന്നു നെഹ്റുവിന്റെ ആദ്യകാല നിലപാട്. എന്നാൽ ഇത് അഹിംസാ മാർഗത്തിലൂടെ വേണമെന്നാണ് പിന്നീട് അദ്ദേഹം എത്തുന്ന നിഗമനം. മതേതരത്വം, ജനാധിപത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെങ്കിലും അവ ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി അർഹിക്കുന്ന ഗൗരവത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വിമർശനാത്മകമായി ഈ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ 3-ാം അധ്യായം ഇന്ത്യയുടെ ശാസ്ത്രനയം, നെഹ്റുവിന്റെ സംഭാവനകൾ എന്നുള്ളതാണ്. ഇന്ന് ലോകമാകെ COVID-19 എന്ന ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ വികസിതമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നും നമ്മൾ കരുതിയ പല രാജ്യങ്ങളും പകച്ചു നിൽക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും മേന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശാസ്ത്ര സ്ഥാപനങ്ങളോടാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ വളർച്ചയിലും ശാസ്ത്രത്തിന് അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ന്
എന്നാൽ വളരെ വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളും അയുക്തികളും പ്രചരിപ്പിക്കപ്പെടാനുള്ള വേദികളായി മാറുന്നു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശാസ്ത്ര സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളല്ല, മറിച്ച് പുരാണങ്ങളിലും മിത്തുകളിലും പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. ചാണകത്തിൽ നിന്ന് സ്വർണമുണ്ടാക്കുന്നതിനും ഒക്കെയുള്ള പരീക്ഷണങ്ങൾക്കാണ് ഇന്ന് ഫണ്ട് കൂടുതലായി നൽകപ്പെടുന്നത്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പോലുള്ള വേദികളിൽ വിമാനം വളരെ മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണെന്നും പുരാണങ്ങളിൽ അതിൻ്റെ സൂചനകളുണ്ടെന്നും ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് പണ്ട് തന്നെ കണ്ടെത്തിയ ആണെന്നും ജനിതക സാങ്കേതിക വിദ്യയൊക്കെ പണ്ടേ അറിയാമെന്നൊക്കെ ഉള്ള തെറ്റായ പ്രചരണങ്ങൾക്കാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നതെന്നും ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ അശാസ്ത്രീയതകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ശാസ്ത്രരംഗം എന്ന ഭാഗത്ത് കുറച്ച് സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ കാണും. സാങ്കേതികവിദ്യ വഴിയുള്ള സൗകര്യങ്ങളും അവയുടെ ഉപയോഗവും ഇന്ന് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ശാസ്ത്രബോധം വളർത്താനുള്ള സമൂഹത്തിന്റെ ബാധ്യതയും മൊത്തം ജനങ്ങൾക്ക് അവ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും നെഹ്റുവിന്റെ കാലത്തെ അപേക്ഷിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിശകലനം അതിൽ കാണാം. വർത്തമാനകാല ഇന്ത്യയിൽ ശാസ്ത്രരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻകാലങ്ങളിതിനേക്കാൾ വർദ്ധിച്ച പ്രയാസങ്ങളുണ്ട്. ശാസ്ത്ര സാധ്യതകളുടെ നിരാസത്തിനും ശാസ്ത്രബോധത്തിന്റെ അവഗണനക്കും ഔദ്യോഗിക തലത്തിൽ തന്നെ പിന്തുണ ലഭിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഈട്ടം കൂടി വരികയാണ് എന്നും ഇതിൽ ഒരു വിശകലനം നടത്തുന്നുണ്ട്. എന്നാൽ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇന്ത്യയുടെ ശാസ്ത്രബോധ പ്രചരണത്തിനും നെഹ്റുവിന്റെ സംഭാവനകൾ എന്താണ് എന്ന് വളരെ വിശദമായി തന്നെ തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി ആയിരിക്കവേ ശാസ്ത്രപ്രവർത്തകരുടെ ഒരു അംഗീകൃത സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അസ്സി, അസോസിയേഷൻ ഓഫ് സയന്റിഫിക് വർക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് സയന്റിഫിക് വർക്കേഴ്സ് എന്ന പേരിൽ അന്തർദേശീയമായി പ്രവർത്തിച്ചിരുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അത്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രമുഖരായ എല്ലാ ശാസ്ത്രജ്ഞരുമായും നേരിട്ട് ബന്ധപ്പെടാനും അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും തയ്യാറായ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് പ്രഗത്ഭരായ ലോകത്താകെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരെ കണ്ടെത്തി ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് ശാസ്ത്രരംഗത്തെ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന. ലോകത്ത് തന്നെ ഇന്ന് എല്ലാവരും ബഹുമാനിക്കുന്ന ശാസ്ത്ര ചരിത്രകാരനായ JD വെർണൽ, PMS ബ്ലാക്കറ്റ്, JBS ഹാൽഡെയിൻ എന്നിവരൊക്കെ തന്നെ നെഹ്റുവിനോട് ഒന്നിച്ചു പ്രവർത്തിക്കാൻ തയ്യാറായ ശാസ്ത്രജ്ഞന്മാരാണ്. ആൽബർട്ട് ഐൻസ്റ്റൈനുമായി നിരന്തര സമ്പർക്കമുണ്ടായിരുന്നു ആളാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്കാരായ ഹോമി ജെ ഭാഭ, PC മെഹൽനോബിസ്, SN ബോസ്, മേഘനാഥ് സാഹ, സതീഷ് ധവാൻ, സ്വരൂപ് ഭട്നാഗർ, CV രാമൻ തുടങ്ങിയ ശാസ്ത്രജ്ഞരുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായി. അവർക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്വാതന്ത്ര്യവും അതിനാവശ്യമായ ഫണ്ടുമൊക്കെ നൽകാനുള്ള വളരെ ജനാധിപത്യപരവും പുരോഗമനപരമായ സമീപനമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ശാസ്ത്ര നേട്ടങ്ങൾക്ക് പ്രധാന കാരണമായി മാറിയ CSIR, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബെയാണ് പിന്നീട് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററായി മാറിയത്. ICHR, UGC, NCERT തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഒക്കെ രൂപീകരണത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് സ്മരിക്കപ്പെടേണ്ടതാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി NPL 1950 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഒട്ടുമിക്ക ലാബുകളുടെയും ഉദ്ഘാടനത്തിന് എത്തിച്ചേരാൻ നെഹ്റു നേരിട്ട് തന്നെ പരമാവധി ശ്രമിച്ചിരുന്നു. ഇന്ത്യൻ ശാസ്ത്രീയ രംഗത്തുള്ള നെഹ്റുവിന്റെ സംഭാവനകളെ ഇങ്ങനെ ചുരുക്കി പറയാം. CSIR, CAR തുടങ്ങി ധാരാളം ഗവേഷണ കൗൺസിലുകൾ, അവയ്ക്ക് കീഴിലുള്ള ബൃഹത്തായ ലബോറട്ടറികൾ, അസംഖ്യം കാർഷിക സർവകലാശാലകൾ, IIT-കൾ, IIM-കൾ, മാനവിക പഠന കേന്ദ്രങ്ങൾ, അണുശക്തി ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഒരു വശത്ത്. മറുവശത്താകട്ടെ ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങളെയും പഠനങ്ങളെയും പ്രയുക്തമാക്കുന്ന ഉന്നതങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അണക്കെട്ടുകൾ മുതലായവ. BHEL,
HAL, IDPL, കപ്പൽ നിർമ്മാണശാലകൾ, ഭിലായ് പോലുള്ള ഇരുമ്പുരുക്ക് ഫാക്ടറികൾ എന്നിവ മറ്റൊരു നിരയായി തന്നെ ഉയർന്നു വന്നിരുന്നു. സമാന്തരമായി തന്നെ ബക്രാനങ്കൽ, ഹിരാക്കുഡ് തുടങ്ങിയ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിക്ക് സമാനമായാണ് ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചത്. ഇങ്ങനെ ഓരോ മേഖലയിലും ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് വിശദമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ജീവിത വീക്ഷണവും പ്രവർത്തന രംഗവുമാണ് എന്ന് വിശദീകരിക്കുന്ന രീതിയിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും ജവഹർലാൽ നെഹ്റുവിന് സാധിച്ചു എന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ്. ശാസ്ത്രബോധം എന്നത് ക്ലിപ്തമായ ഒരു നിർവചനത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാവുന്നതോ പരിമിതപ്പെടുത്താവുന്നതോ ആയ സംജ്ഞയല്ല. എന്താണ് ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരിട്ട് ഒരു വിശദീകരണം നൽകാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതിന് പരമാവധി യോജിക്കുന്ന ഒരു നിർവചനം ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയെടുക്കുകയും അത് പിന്നീട് ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ചേർന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ശാസ്ത്രകാരന്മാരുടെ പ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നത്. വിശാലമായ തലത്തിലാണ് നെഹ്റു ശാസ്ത്രബോധത്തെ സമീപിച്ചത്. സ്വതന്ത്ര മനുഷ്യന്റെ അവബോധം, ജനാധിപത്യം, മതേതരത്വം, അവസരതുല്യത, മനുഷ്യാവകാശം എന്നിവയുടെയൊക്കെ സത്ത ഉൾക്കൊണ്ട ഒരു മനുഷ്യ മനസ്സ്, ഒരു പെരുമാറ്റ സംഹിത എന്ന നിലയ്ക്കാണ് ശാസ്ത്രബോധത്തെ നെഹ്റു ഉയർത്തി കാട്ടിയത്. നെഹ്റുവിന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ വാചകത്തിന് ഈ പുസ്തകത്തിന് അത് പറയുന്നുണ്ട്. ശാസ്ത്രീയ സമീപനവും ശാസ്ത്രബോധവും ഒരു ജീവിത രീതിയും ചിന്താരീതിയുമാണ്. മറ്റു മനുഷ്യരുമായുള്ള സഹകരണം, ഇടപെടൽ എന്നിവയുടെയും ഒരു രീതിയാണത്. അങ്ങനെ ആയിരിക്കുകയും വേണം. ജനങ്ങളുടെ പ്രവർത്തന ദിശയാണ് ശാസ്ത്രബോധം. അതൊരു സ്വതന്ത്ര മനുഷ്യന്റെ അവബോധമാണ് എന്ന് നെഹ്റു സൂചിപ്പിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ ശാസ്ത്രബോധത്തെ എങ്ങനെയാണ് ഭരണഘടനയുടെ മൂല്യവുമായി ചേർത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആണ് പിന്നീട് ഈ ചർച്ച ചെയ്യുന്നത്. ശാസ്ത്രബോധം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമയായി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കൂട്ടിച്ചേർക്കുന്നത്. അതിനു മുമ്പ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്, ശാസ്ത്രബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതോ ഒന്നും തന്നെ ഒരു പൗരന്റെ കടമയായൊന്നും ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. വാക്ക് ചേർക്കുന്നതിനും വളരെ മുമ്പ് തന്നെ നമ്മുടെ ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായി ആയിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് അതിൻ്റെ ഒരു അന്തർധാരയായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പ്രാഥമിക വിദ്യാഭ്യാസത്തെ പരിഗണിച്ചില്ല എന്നതാണ് എന്ന വിമർശനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗവേഷണ വികസന രംഗങ്ങൾക്കായിരുന്നു മുൻഗണന. ഇവിടെ എത്തിപ്പെട്ടവരിൽ കൂടുതലും ഉന്നത കുലജാതരായിരുന്നു. അത് പൊതുവെ ഫ്യൂഡൽ ജാതിമത താല്പര്യങ്ങളിൽ മുങ്ങിയ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ പ്രചരിക്കുന്നതിനുള്ള സാമൂഹിക തടസ്സങ്ങൾ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പിന്നോക്കക്കാരിൽ, ദളിതരിൽ, ആദിവാസികളിൽ, സ്ത്രീകളിലെല്ലാം നിരക്ഷരത തുടരുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഭാഗത്ത് ലേഖകൻ എഴുതിയിട്ടുണ്ട്. വർത്തമാനകാല അനുഭവങ്ങളെ കൂടി വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഇന്നത്തേതൊരു സന്ദിഗ്ധ ഘട്ടമാണ്. ഈ അവസരം നെഹ്റുവിനെ തള്ളിപ്പറയാനല്ല ഉപയോഗിക്കേണ്ടത്. നെഹ്റു ചെയ്തത് മതിയായില്ലെന്ന് മനസ്സിലാക്കി പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. അതിനാൽ തന്നെ നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ നടപടികളെയും ശത്രുപക്ഷത്ത് നിർത്തി പാടെ അവഗണിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. നേട്ടങ്ങൾക്ക് ആധാരം മനുഷ്യാധ്വാനമാണ്. അധ്വാനത്തെ സഹായിക്കുന്ന ഉപാധികളാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും. അതിനായി ശാസ്ത്രത്തിന്റെ ജനകീയമായ ഉപയോഗമാണ് നടക്കേണ്ടത്. അപ്പോൾ മാത്രമേ ശാസ്ത്രത്തെ സാമൂഹിക വിപ്ലവത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ കഴിയൂ. ഇതിൽ നെഹ്റു ഒരു വഴികാട്ടി തന്നെയാണ്. പരിതാപമല്ല, പ്രവർത്തനമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വർത്തമാനകാല അനുഭവങ്ങൾ കൂടി ഈ പുസ്തകം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പുതിയ അറിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവയെ മുളയിലേ നുള്ളുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഒക്കെ നടക്കുന്നത്. മതവൽക്കരണത്തിന്റെ ഭാഗമായി ശാസ്ത്ര സത്യങ്ങളെ അവഗണിക്കാനും പുരാണ ഇതിഹാസങ്ങളെ പോലും മനസ്സിലാക്കാതെ ഉദ്ധരിക്കാനും ചരിത്രത്തെ മിത്തുവൽക്കരിക്കാനും അതിനൊക്കെ ഔദ്യോഗിക പിൻബലം നൽകാനുമാണ് ഇന്ന് ഭരണാധികാരികൾ ശ്രമിക്കുന്നത് എന്ന് വളരെ ശരിയായി തന്നെ ഈ പുസ്തകം കാണുന്നുണ്ട്. ഈ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണം എന്ന രീതിയിലുള്ള പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുന്ന കാലമാണിത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഈ ജവഹർലാൽ നെഹ്റു ചെയ്ത സംഭാവനകൾ വേണ്ടത്രയായില്ല എന്ന് വേണമെങ്കിൽ വിമർശിക്കാം. എന്നാൽ അതിനെ കാണാതെ ജവഹർലാൽ നെഹ്റുവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് കേന്ദ്ര ഭരണാധികാരികളടക്കം മുന്നോട്ട് വരുന്നത് എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ്. അക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജവഹർലാൽ നെഹ്റു ഒരു തുടക്കക്കാരനാണ്, എല്ലാം ആയി എന്നല്ല, ഒരു തുടക്കക്കാരനാണ്. ശാസ്ത്ര നയത്തിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ശാസ്ത്രാവബോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇത്രയധികം സംഭാവനകൾ ചെയ്ത മറ്റൊരു ഭരണാധികാരിയെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഒരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്
ഒരു ആസൂത്രണ സമീപനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം എങ്ങനെയായിരിക്കണം എന്ന ചർച്ചകൾ നടക്കുകയുണ്ടായി. 1930 അത് ആരംഭിക്കുന്നുണ്ട്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ ആസൂത്രണ സമിതി എന്നാണ് അതിന്റെ പേര്, അങ്ങനെ ഒരു സമിതി രൂപീകരിക്കപ്പെടുകയും ജവഹർലാൽ നെഹ്റു അതിന്റെ അധ്യക്ഷനായി മാറുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീണിരുന്ന ഒരു ഇന്ത്യയായിരുന്നു സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെങ്കിലും ഭക്ഷ്യക്ഷാമമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞു. അത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ വലിയ ഇടപെടലുകളാണ്. ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്രാനങ്കൽ പോലുള്ള അണക്കെട്ടുകൾ, അതുപോലെ തന്നെ ഈ കൃഷിയിൽ നടത്തിയ നൂതന മാതൃകകൾ, മറ്റു പല രാജ്യങ്ങളിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അന്വേഷിക്കുകയും അത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുകയും ചെയ്ത ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇതെല്ലാം തന്നെ ഈ യാതൊരു തകരാറുമില്ലാത്ത ഒരു സാമ്പത്തിക നയമാണ് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നതെന്നൊന്നും ആരും അവകാശപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് പോരായ്മകളുള്ള, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന കുറെ ഭാഗങ്ങൾ ഉണ്ട്. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പോരായ്മകളുടെ കാര്യത്തിൽ പ്രഖ്യാപിത രീതിയിൽ ഭൂപരിഷ്കരണം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കേരളം പോലുള്ള അപൂർവ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ കുടികിടപ്പ് ഉള്ള ആളുകൾക്ക് ഭൂമി കിട്ടുകയൊക്കെ ചെയ്തത്. എന്നാൽ നയപ്രഖ്യാപനങ്ങൾ ഒരുപാട് ഉണ്ടായെങ്കിലും അതിനനുസരിച്ച് വലിയ വ്യവസായ വളർച്ച ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുപോലെ ഈ വിദേശ മൂലധനത്തിന്റെ സ്വാധീനം കുറക്കുമെന്നൊക്കെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും അങ്ങനെ നടന്നില്ല. കാർഷിക മേഖലയിൽ അത്രയധികം ഈ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊന്നും അന്ന് വിചാരിച്ച അന്ന് പ്രഖ്യാപിക്കപ്പെട്ട പ്രാധാന്യമൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല. മൊത്തം GDP-യുടെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് നീക്കിവെക്കപ്പെട്ടതെന്നൊക്കെ ഈ ആസൂത്രണത്തിനെ നമുക്ക് കുറ്റം പറയാമെങ്കിലും ചരിത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അന്നത്തെ ഇന്ത്യയിൽ, ഈ ബ്രിട്ടീഷുകാർ പാപ്പരാക്കി മാറ്റിയ ഇന്ത്യയിൽ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി കാണിക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതി പോലുള്ള പല മാതൃകകളെയും അദ്ദേഹം ചേർത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ആ ഭാഗം വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ എന്നുള്ളതാണ് ഇതിലെ 5-ാം അധ്യായം. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭരണഘടന ആമുഖം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്. ഈ ആമുഖത്തിലാണ് ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചു എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങളാണ്. ഇത്തരം ഒരു ആമുഖം എഴുതി ചേർക്കപ്പെടുന്നതിന് ഒരു കാരണമായി വന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. അതിലാണ് എന്തായിരിക്കണം ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്ന് വിശദീകരിക്കപ്പെടുന്നത്. പിന്നീട് 76-ൽ ഭേദഗതി ചെയ്യപ്പെട്ട് ചേർത്തവയടക്കം നമ്മുടെ ഭരണഘടനയുടെ സത്തയാണ് എന്ന് നമുക്കറിയാം. ഇതിൽ പറയുന്ന സാഹോദര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോക സാഹോദര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ മാത്രമല്ല, ലോകത്തുള്ള ജനങ്ങളെല്ലാം, മനുഷ്യരെല്ലാം ഒന്നാണെന്നും സഹോദരന്മാരാണെന്നുമുള്ള സങ്കല്പത്തിന്റെ, അത് നമ്മുടെ മാത്രം ഒരു സങ്കല്പമല്ല, ലോകത്ത് പല വിപ്ലവങ്ങളുടെയും ഭാഗമായി ഉയർന്നു വന്ന കാര്യമാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രമെന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഒന്നിലും തന്നെ ഒരു മതത്തിനും യാതൊരു പ്രാധാന്യവുമില്ല, ഒരു പരിഗണനയും ഇല്ല എന്നാണ്. തുല്യ പരിഗണന എന്നല്ല, മതത്തിന് പരിഗണനയില്ല എന്നാണ് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു വിവക്ഷിച്ചത്. ഇന്ന് വളർന്ന് വന്ന് ഇന്ന് ഒരു മതരാഷ്ട്രമാകാനുള്ള ഒരു പടവിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളത് കഴിഞ്ഞ വർഷമുണ്ടായ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഏതായാലും ഈ ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനമാണ് ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. നെഹ്റുവിയൻ വിദേശ നയം എന്നുള്ളതാണ്
അതിൻ്റെ അടുത്ത അധ്യായം. നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ലോക സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ രണ്ട് ചേരികളായി ലോകം തിരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, എന്നാൽ ഈ ചേരികളിലൊന്നും ഉൾപ്പെടാതെ ചേരിചേരാ നയം ഉണ്ടാക്കിയെടുക്കാൻ മറ്റു പല രാജ്യങ്ങളെയും ചേർത്തുകൊണ്ട്, ഇന്ത്യ സ്വന്തമായല്ല, പല രാജ്യങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ചേരിചേരാ നയം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും മരണം വരെ വളരെ ശക്തമായി തന്നെ ഈ ചേരികളോടും ആയുധ പന്തയങ്ങളോടും എതിർത്ത് പ്രവർത്തിക്കുകയും ഐക്യരാഷ്ട്രസഭയിലടക്കം ഈ നമ്മുടെ നയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാലം നമുക്കറിയാം. അതിനകത്ത് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമായി തുടരുകയും എന്നാൽ അവിടെ നിന്നും ജനാധിപത്യത്തിനും ഈ മതേതരത്വത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലടക്കം പ്രചോദനമാവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു ബാന്തുങ് ഈ സമ്മേളനത്തിന്റെ കാര്യം ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ചേരിചേരാ നയത്തിന്റെ കാര്യം കുറച്ച് വിശദമായി തന്നെ ഈ ഒരു 5-6 പേജുകളായി തന്നെ ഇത് പറയുന്നുണ്ട്. എന്നാൽ അതിനകത്തൊരു പരാജയപ്പെട്ടൊരു ചരിത്രം കൂടിയുണ്ട്. അത് ഇന്ത്യ ചൈന ബന്ധമാണ് പരാമർശിക്കുന്നുണ്ട്. പാലസ്തീനിലെ പ്രശ്നവും അത് ലോകത്താകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ, പലസ്തീനികളുടെ പ്രശ്നം, ഇസ്രായേൽ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകമാകെ അംഗീകരിച്ച ഒരു നിലപാടാണ്. ആ വിദേശ നയവുമായി ബന്ധപ്പെടുത്തി അതിനെ കാണാനും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ഇസ്രായേലിന്റെ കൂട്ടുകക്ഷിയാണ്. പക്ഷം ചേർന്നുകൊണ്ട്, അമേരിക്കയുടെ പക്ഷം ചേർന്നുകൊണ്ട്, മുതലാളിത്ത സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇന്ന് തയ്യാറാകുന്നത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. നെഹ്റുവിന്റെ വിദേശ നയങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പിന്നോട്ട് പോയാണ് ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 21-ാം നൂറ്റാണ്ടിലേക്കുള്ള കത്തുകൾ എന്നതാണ് ഇതിലെ 7-ാം അധ്യായം. ജവഹർലാൽ നെഹ്റു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകമാണ്. കല്ലിന് കൊണ്ടൊരു കഥ പറയാനെന്നൊക്കെയുള്ള ഉണ്ടല്ലോ, ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും തത്വചിന്തയും ഒക്കെ വളരെ ലളിതമായി മറ്റൊരാളോട് പറയാവുന്ന ഒരു രീതിയാണ് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ കത്തുകളെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം എഴുതിയ കത്തുകളാണ് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. മാധവ് ഗോസലെ എഡിറ്റ് ചെയ്ത ലെറ്റേഴ്സ് ഫോർ എ നേഷൻ ഫ്രം ജവഹർലാൽ നെഹ്റു ടു ഹിസ് ചീഫ് മിനിസ്റ്റേഴ്സ് 1947 മുതൽ 64 വരെയുള്ള കത്തുകൾ ആണ് ഈ പുസ്തകം. ഇന്ന് ഏറെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ കത്തുകളെല്ലാം തന്നെ എങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതും ഓരോ പ്രശ്നത്തെയും പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് സമീപിച്ചതെന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് 3 കത്തുകളാണ്. ഒന്ന്, ദ കാൾ ഫോർ കൺസെർട്ടഡ് എഫേർട്സ് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ 1-ാമത്തെ കത്താണ്. 1947 ഒക്ടോബർ 15-ന് അന്നത്തെ പ്രവിശ്യ പ്രധാനമന്ത്രിമാർക്ക്, രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്ന് മുഖ്യമന്ത്രിമാരല്ല, അവരെല്ലാം തന്നെ പ്രധാനമന്ത്രിമാരാണ്, ആ പ്രധാനമന്ത്രിമാർക്ക് അയച്ച കത്തുകൾ ആണ് 1-ാമത്തെ ഒരു ഭാഗം. അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കത്ത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ചേർത്തിരിക്കുകയാണ്. 7-12-1947 RSS പ്രവർത്തനത്തെ പറ്റി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്താണ്. ഇത് ഗൗരവമുള്ള ഒരു കത്താണ്. ഇത് RSSനെ നിരോധിച്ച പ്രധാനമന്ത്രി കൂടിയാണല്ലോ ജവഹർലാൽ നെഹ്റു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ചില സംസ്ഥാനങ്ങളിൽ RSS നടത്തുന്ന വൻ പ്രകടനങ്ങളെ പറ്റി എനിക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. സെഷൻ 144 അനുസരിച്ചുള്ള നിരോധനാജ്ഞ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിൽ പ്രകടനങ്ങൾ നടക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടതായി കാണുന്നില്ല. അവർ ഇത്തരം നിയമലംഘനത്തെ അംഗീകരിച്ച മട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിവേചനാധികാരമുണ്ട്, ഞാൻ അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്ന് 1947 ഡിസംബർ മാസം എഴുതിയ കത്തിൽ ജവഹർലാൽ നെഹ്റു സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം പ്രസക്തമാണ് ഈ കത്ത് എന്ന് ഇന്നും ബോധ്യപ്പെടും. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പല തെറ്റായ കാര്യങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട്. അത് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുന്നതടക്കം ആസൂത്രിതമായ ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു മാത്രം ഇങ്ങനെ ആക്രമിക്കപ്പെടുകയും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകൾ, പലപ്പോഴും മഹാത്മാഗാന്ധി പോലും ആദരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് ചരിത്രപരമായി തന്നെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അന്ധവിശ്വാസവും
അയുക്തിയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഭയപ്പെടേണ്ടുന്ന ഒരു സ്മരണയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റേത്. ജീവിതത്തിൽ തികഞ്ഞ ജനാധിപത്യവാദിയും മതേതരത്വവാദിയും ഒരു യുക്തിവാദിയുമായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ഓർമ്മകൾ പോലും തങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വലതുപക്ഷ വർഗീയ കക്ഷികൾക്ക് ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തെ എല്ലാ കാര്യങ്ങളും അബദ്ധമായിരുന്നുവെന്നും നെഹ്റുവാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും പ്രചരിപ്പിക്കപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു എന്തൊക്കെയാണ് ആരംഭിച്ചത് അതൊക്കെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ കൂടി പ്രവർത്തന ഫലമായാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നതിന് കാരണക്കാരനായ ഈ പ്രധാനമന്ത്രിയാണ് എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണമെന്ന് വെറുതെ അങ്ങ് വിളിച്ചു പറയുകയാണ്. അത് ഏറ്റുപാടാൻ കുറെ ആളുകളുണ്ടാവും. മതേതരത്വം ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ശാസ്ത്രാവബോധം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്, വളർന്നു വരുന്നത് തങ്ങൾക്ക് അപകടകരമാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഉണ്ടാവുന്നു. സോഷ്യലിസ്റ്റ് ആശയമെന്ന് പേരേ പറയാൻ പാടില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നു. സാഹോദര്യം എന്ന് പറയുന്നത് അങ്ങനെയൊന്ന് നടക്കുന്ന കാര്യമല്ല, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വേർതിരിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നു. പരമാധികാരം എന്ന് പറയുന്നത് ഒരു രാജ്യമെന്ന രീതിയിൽ നമുക്കതിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു അമേരിക്കയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൻകിട ശക്തിയുടെ കൂടെ നിൽക്കുന്നതാണ്, അവരെ സഹായിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ നെഹ്റുവിയൻ സങ്കല്പങ്ങളെ ആദ്യം ഇല്ലാതാക്കിയത് നെഹ്റുവിന്റെ തന്നെ പിൻഗാമികളാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വലതുപക്ഷ അല്ലെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നതിൻ്റെക്കാൾ കൂടുതൽ നെഹ്റുവിനെ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നെഹ്റുവിന്റെ പിന്തുടർച്ചക്കാരെന്ന് പറയുന്ന ഭരണാധികാരികളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഈ പുനർവായനയുടെ രാഷ്ട്രീയം വളരെ പ്രസക്തമാകുന്നത് എന്ന് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. യാതൊരു പോരായ്മകളും ഇല്ലാത്ത സമ്പൂർണനായ ഒരു ആളാണ് ജവഹർലാൽ നെഹ്റു എന്ന രീതിയിലുള്ള ഒരു അവതരണമല്ല ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോരായ്മകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മേന്മകളെ കാണാനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ 3 അനുബന്ധങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് ഗാന്ധി നെഹ്റു പാരമ്പര്യം എന്ന് EMSന്റെ നെഹ്റുയിസവും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു അധ്യായമാണ്. അതിന്റെ അവസാനത്തെ അധ്യായമാണ്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതിയ ആളാണ് EMS എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. 30കളിലെ കോൺഗ്രസ്സുകാരനായ EMS ആരാധനയോടുകൂടി നെഹ്റുവിനെ കുറിച്ച് എഴുതിയതിൽ നിന്നും വളരെ വിമർശനാത്മകമായി അദ്ദേഹത്തെ വിശകലനം ചെയ്യുന്ന ഒരു ഭാഗമാണ് പിന്നീട് നെഹ്റുവിന്റെ മരണശേഷം എഴുതിയ ഈ പുസ്തകം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ പുസ്തകത്തിന് അന്നത്തെ കോൺഗ്രസ്സുകാരനായ ഈ സോഷ്യലിസ്റ്റായ ഒരു ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും വിപ്ലവ സ്ഥൈര്യമുണ്ടായിരുന്ന ഒരു നെഹ്റു പിന്നീട് എങ്ങനെയാണ് വലതുപക്ഷ സാമ്പത്തിക നയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒരു നേതാവായി മാറിയത് എന്നുള്ളൊരു വിശകലനമാണ്, ആ രീതിയിലുള്ളൊരു വിമർശനമാണ് EMS നടത്തുന്നത്. ഗാന്ധിയുടെ ഔന്നത്യം നെഹ്റുവിനേക്കാൾ ഉയർന്നതാണ്. തന്റെ സ്വപ്നങ്ങൾ തകരുന്നു എന്ന് അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ നെഹ്റു ആകട്ടെ അന്ത്യനിമിഷം വരെ ചൈന സംഭവത്തിന് ശേഷവും മുതലാളിത്ത രീതിയിൽ ഇന്ത്യയെ പുരോഗമിപ്പിക്കാമെന്ന് വിശ്വസിച്ചു. പൊതുവിൽ പറഞ്ഞാൽ ഗാന്ധിയും നെഹ്റുവും നമുക്ക് നൽകിയ പാരമ്പര്യം നിഷേധാത്മകമായിരുന്നു. അത് പിന്തുടരുന്നതിനേക്കാൾ നല്ലത് അതുമായുള്ള ബന്ധം വിടർത്തലാണ് എന്ന വിമർശനത്തിലൂന്നിയാണ് EMSന്റെ ഈ ലേഖനം അവസാനിക്കുന്നത്. ആദ്യം അദ്ദേഹം ചെയ്ത സംഭാവനകളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നതെന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം നെഹ്റു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു ഭരണാധികാരി എന്ന രീതിയിലുള്ള ഒരു വാഴ്ത്തുപാട്ടല്ല. അദ്ദേഹത്തിന്റെ സംഭാവനകളെ
ഈ നേട്ടകോട്ട വിശ്ലേഷണം നടത്തുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണിത്. അതുകൊണ്ടാണ് ഈ നെഹ്റുവിസത്തെയും നെഹ്റുവിനെയും വിമർശിക്കുന്ന ഒരു ലേഖനം, EMSന്റെ ലേഖനം ഇതിന്റെ അനുബന്ധമായി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അനുബന്ധം 2 എന്നുള്ളത് മതം, ദർശനം, ശാസ്ത്രം എന്നുള്ളതാണ്. അത് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ശാസ്ത്രാവബോധത്തെ പറ്റിയുള്ള അധ്യായമാണ് തർജ്ജമ ചെയ്ത് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ അധ്യായം എന്ന് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയാണ് മതങ്ങൾ മാനവരാശിയുടെ വികാസത്തിൽ മഹത്തായ പങ്ക് വഹിച്ചതെന്നും പിന്നീട് എങ്ങനെയാണ് മതങ്ങൾ പുരോഗതിക്ക് എതിരായി മാറിയത് എന്നും ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ദർശനത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വിശകലനം ചെയ്യുന്ന ഈ അധ്യായം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. ഇതിന് അവസാനമായി അനുബന്ധം 3 നാൾവഴികൾ എന്നൊരു കാര്യം കൂടി, ജനനം മുതൽ ഈ പഠനത്തിന് പോയതും ഓരോ സമരങ്ങളിൽ പങ്കെടുത്തതും എല്ലാം ചേർത്തിട്ട് മരണം വരെയുള്ള 1964 മെയ് 27-ന് മരിക്കുന്നത് വരെയുള്ള ഭാഗമാണ് ഈ നാൾവഴികൾ എന്ന അധ്യായത്തിൽ ചേർത്തിരിക്കുന്നത്. ഈ പുസ്തകം എന്തിനു വായിക്കുന്നു എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അത് ഈ ഗ്രന്ഥകാരൻ തന്നെ പറയുന്നുണ്ട്. ഈ പുസ്തകം നെഹ്റുവിയൻ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നെഹ്റു വിമർശനങ്ങൾക്ക് അതീതനാണെന്ന രീതിയിലല്ല ഈ ഓർമ്മപ്പെടുത്തൽ. നട്ടുച്ചയ്ക്ക് പോലും മൂടൽമഞ്ഞ് കനക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ പ്രകാശം പരത്തുന്ന എന്നും എല്ലാം കൊണ്ടും പ്രസക്തമാണെന്ന തിരിച്ചറിവാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം. ആ നിലയ്ക്ക് നെഹ്റുവിയൻ ഇന്ത്യയെ, അതിന് നേതൃത്വം നൽകിയ നെഹ്റുവിനെ ഓർമ്മിക്കുകയും വായിക്കുകയും ചെയ്യുക എന്നത് പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന രീതിയിൽ എഴുതിയത്. അത് വളരെ ശരിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്നും ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ഈ പുസ്തകാവതരണത്തിന് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു.